ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. ഈശോ ഒരു ഓർമ്മപ്പെടുത്തല് നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തില് ഐക്യമുണ്ടാവണം. ഐക്യം നഷ്ടപ്പെട്ടു പോയാല് അവിടെ നാശം സംഭവിക്കുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഈ ഐക്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. ഒത്തിരിയേറെ വിദ്വേഷം മനസ്സിൽ വെച്ചു പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പലരോടും വിദ്വേഷമുണ്ട്. പലരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് ലഭിച്ച പല മുറിവുകൾ കാരണമായിരിക്കാം അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയേക്കുന്നത്, അവരോട് നമ്മൾ മിണ്ടാത്തത്, അവരോടുള്ള വിദ്വേഷത്തിനും ഇത് തന്നെയായിരിക്കാം കാരണം. ഈ ഐക്യം നഷ്ടപ്പെട്ട് വിദ്വേഷത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് ആ വചനത്തിലേക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയാല് നാശം ആരംഭിക്കും. നിന്റെ ജീവിതത്തില് നിനക്ക് ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും നന്മയുണ്ടാവത്തില്ല, മറിച്ച് നിന്റെ ജീവിതത്തിന്റെ നാശമായിരിക്കും അത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആരെയും നമ്മുടെ ജീവിതത്തില് മാറ്റി നിർത്തരുത്. അവരിൽ നിന്ന് ലഭിച്ച മുറിവുകള് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ഐക്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇതിന് നമുക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് എൻ്റെ ഈശോ അല്ലേ. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അവരോട് ക്ഷമിക്കുന്നുണ്ട്, അവർക്ക് നന്മ ചെയ്യുന്നുണ്ട്. ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന എല്ലാവർക്കും അവൻ നന്മ ചെയ്യുന്നുണ്ട്. ആരെയും അവൻ മാറ്റി നിർത്തിയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിദ്വേഷവും പകയും മാറ്റിവെക്കാനായിട്ട് പറ്റണം. എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റണം. എല്ലാവരുമായിട്ട് ഐക്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് എനിക്ക് നന്മ ഉണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവകരങ്ങളിൽ നമുക്ക് അവരെ സമർപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിക്കാം. വിശുദ്ധ കുർബാനയില് അനുരഞ്ജന കാർസ്വസ്യമുണ്ടല്ലേ, വിദ്വേഷമൊക്കെ മാറ്റി എല്ലാവരോടും ക്ഷമിച്ചിട്ട് വേണം നീ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തില് ഈശോ ഉണ്ടാവുകയുള്ളൂ, നിന്റെ ജീവിതത്തില് നന്മകൾ ഉണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാം. മനസ്സിലുള്ള വിദ്വേഷവും പകയും മാറ്റി എല്ലാവരെയും സ്നേഹിച്ചു ഈശോയെ പോലെ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.